മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. താരസംഘടനയായ അമ്മയുടെ ബൈലോ തിരുത്തും. പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകാനാണ് നീക്കം. കരട് രേഖ ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ സംഘടനയിൽ പ്രതിഷേധവും ശക്തമാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങൾ, അമ്മയിലെ ജീവനക്കാരിയുടെ പരാതി, അതിനുശേഷം ടിനി ടോം പരസ്യ പ്രതികരണവുമായി, കുക്കു പരമേശ്വരൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നു. ഇപ്പോൾ ബൈലോ തിരുത്താനുള്ള നീക്കം, എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും ടിനി ടോമിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. അന്ന് ടിനി ടോം പറഞ്ഞു, അമ്മ സംഘടനയിലെ ബൈലോ തിരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്നൊരാശയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അമ്മ ജൽ ബോഡിയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന്. ബൈലോ തിരുത്തുക എന്നത് പ്രധാനമായും കുക്കു പരമേശ്വരന്റെ ഈ ചില നിലപാടുകൾ കൊണ്ടാണ്. ഇവർ നടത്തുന്ന ചില പ്രതികരണങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, ഇതെല്ലാം മറ്റുള്ള സംഘടനയിലെ മറ്റംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മറ്റുള്ളവരെ വകവയ്ക്കാതെയുള്ള ഈ കുക്കു പരമേശ്വരന്റെ ചില രീതികളാണ് സംഘടനയിലെ മറ്റുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഒരു സ്വരത്തിലായി കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് പരാതിക്കാർ, രണ്ടും അമ്മ സംഘടനയിലെ രണ്ട് ജീവനക്കാരായിരുന്നു, മുൻ ജീവനക്കാരായിരുന്നു. അതിൽ പിന്നെ അതുല്യനെ തിരിച്ചെടുത്തു. അപ്പൂരിപ്പോഴും സാലറി നൽകാനുണ്ടെന്നാണ് അപ്പു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കുക്കു പരമേശ്വരനെതിരെയും ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലിനെതിരെയുമാണ്. ഉണ്ണി ശിവപാലിനെ അവധിയിലേക്ക് പ്രവേശിക്കുവാൻ സംഘടന ആവശ്യപ്പെട്ടു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു, തീരുമാനമെടുത്തു. പക്ഷേ കുക്കു പരമേശ്വരനെതിരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല. അതിന് ഈ ജനറൽ ബോഡിയിൽ ഇക്കാര്യം മുന്നോട്ട് വെച്ച് കുക്കു പരമേശ്വരനെ മാറ്റണം എന്നൊരാവശ്യമാണ് ഭൂരിഭാഗം കമ്മിറ്റിയിലെ അംഗങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന കാര്യം അത്തരത്തിലാണ്. ഇപ്പോൾ കുക്കു പരമേശ്വരൻ എടുക്കുന്ന നിലപാടുകൾ അത് ഏകപക്ഷീയമാണ്. ആരോടും അനുവാദം ചോദിക്കാതെ കമ്മിറ്റിയിൽ വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ടിനി ടോം ഉന്നയിച്ചതുപോലെ പ്രസിഡന്റ് ഒരു സ്റ്റാമ്പ് മാത്രമാണ്, ജനറൽ സെക്രട്ടറിയുടെ ഒരു അധികാരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതേ തുടർന്നാണ് ഇത്തരം ചില ചർച്ചകളിലേക്ക് വരുന്നത്. അമ്മയുടെ ബൈലോ തിരുത്തുന്നു, പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.